മീനടിച്ചേ. ഹലോ മച്ചാമാരെ, കൊച്ചു ഫിഷിംഗ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വീട്ടുകാർക്കും മച്ചാമാരെ. ഇന്നത്തെ വീഡിയോ തുറക്കി നമ്മൾ പന്തളത്ത് ചൂണ്ടിടാൻ വേണ്ടി പോവാണ്. അപ്പം ഞാൻ മാത്രമല്ല, നമ്മുടെ സുഹൃത്ത് മച്ചാനോടെ വരുന്നുണ്ട്. അപ്പോൾ പന്തളത്ത് മാത്രമല്ല വേറൊരു സ്പോട്ടിൽ നമ്മൾ ചൂണ്ടിടാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിന് മുന്നേ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കാര്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വേണ്ടി മറക്കരുത്. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഹലോ മച്ചാമാരെ, രാവിലെ നമ്മൾ ഫിഷിങ്ങിന് വന്നിട്ടോ. വന്ന വഴിക്ക് നമ്മൾ വണ്ടി ഒന്ന് ആക്സിഡൻ്റ് ആയി. അപ്പം നമുക്ക് പരിക്കൊന്നും പറ്റിയില്ല. പക്ഷേ നമ്മുടെ സ്റ്റിക്ക് പീസായി കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിന് പിന്നെ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പന്തളത്താണ്. ഓക്കെ, പന്തളത്ത് മാമ്പാറയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ സ്പോട്ടിലെത്തിയപ്പം തന്നെ നമ്മുടെ ആ ഒരു സ്റ്റിക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് നോക്കിയാൽ അടിപൊളിയാണ്. പക്ഷെ നല്ലപോലെ കാണിച്ചു തരാം. അപ്പോൾ കേസ് നമ്മൾ നോക്കുവാണെങ്കിൽ സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട്. ഇവിടെ ഫുള്ള് മഞ്ഞ് കയറി കിടക്കണം കേട്ടോ. അത്യാവശ്യം കാണാൻ നൈസായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അവിടെ ഒന്നും ഇങ്ങനെയുള്ളൊരു കാഴ്ച കാണാൻ വേണ്ടി പറ്റത്തില്ല. നമ്മുടെ അവിടെ ആണെങ്കിൽ കേസ് ഇപ്പോൾ ഇങ്ങനെ കണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും കേസ് ഇവിടെ ഒരു പശുവൊക്കെ ഇങ്ങനെ പോച്ചുന്നുണ്ടിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും കേസ് ഇത് കാണാൻ നൈസായിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ് കേസ്. എനിക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ മാമ്പാറ എന്ന് പറഞ്ഞ പാറയൊക്കെ കൊണ്ട് ആ ഒരു ഭാഗത്ത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വന്ന വഴിക്ക് വണ്ടി ആക്സിഡൻ്റ് ആയി നമ്മുടെ സ്റ്റിക്ക് പീസായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ചൂണ്ടിടാൻ പറ്റില്ല എന്നുള്ള ടെൻഷന് ഞാൻ നിൽക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സുഹൃത്ത് മച്ചാൻ വരാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം അവൻ വന്നു കഴിഞ്ഞ ശേഷം നമുക്കാണെങ്കിൽ ഒരു സ്റ്റിക്ക് അവൻ്റെ എക്സ്ട്രാ ഉണ്ട്. അതിൽ അച്ഛൻ്റെ സ്റ്റിക്ക് ഒരെണ്ണം ഇരിപ്പുണ്ട്, അവിടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അതുകൂടെ വന്നിട്ട് വേണം നമുക്കൊന്നുകൂടെ ഒന്ന് ഫിഷിങ് നടത്താൻ വേണ്ടി. അപ്പോൾ എന്തായാലും സമയം ഒരുപാട് വൈകി പോയിക്കൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഇരുന്ന സ്റ്റിക്ക് ഒടിഞ്ഞു പോയ ആ ഒരു സ്റ്റിക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വിഷമമുണ്ട്. ഓക്കെ, നമ്മൾ ആ ഒരു സ്പോട്ടിൽ എത്തിയപ്പോഴാണ് വണ്ടി ആക്സിഡൻ്റ് ആയത്. അപ്പോൾ എന്തായാലും നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ സ്റ്റിക്ക് ഇരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഞാൻ ഇവിടെ കട്ടി വെച്ചോ കേട്ടോ. അപ്പോൾ എന്തായാലും ബാക്കി പീസ് ഒന്ന് കാണിച്ചു തരാവേ. അപ്പോൾ ഗൈസ് നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും സ്റ്റിക്കിൻ്റെ ഒരു കോലം കണ്ടു. ഒട്ടിഞ്ഞ് എത്ര പീസാണെന്ന് നോക്കണേ. ഒന്നാമത്തെ പീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു വലിയ പീസാട്ടോ. എൻ്റെ ഈ ഒരു വലിയ പീസിൻ്റെ അവിടെ ചൊടിഞ്ഞു പോയി. പിന്നെ ഇത് ഏറ്റവും ടോപ്പ് ഭാഗം. അത് കഴിഞ്ഞ ശേഷം ഇത് വന്നു. ഇത് നോക്ക് ഗൈസ് എത്ര പീസാന്ന് നോക്കി. 6 പീസായിട്ട് നമ്മൾ സ്റ്റിക്ക് ഒടിഞ്ഞ്. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. നോക്കി ഗൈസ് ഫുള്ള് നല്ല സെറ്റപ്പായിട്ടാണ് ഒടിഞ്ഞു പോയേക്കുന്നത് കേട്ടോ. എന്തായാലും പോയി. അപ്പോൾ എന്തായാലും ഇതിനകത്ത് ഇനി ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഇനി നമുക്ക് സുഹൃത്തിൻ്റെ അച്ഛൻ്റെ സ്റ്റിക്ക് കൂടെ കൊണ്ടുവന്നിട്ട് വേണം നമുക്കൊന്ന് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എന്തായാലും അവൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ ഡ്യൂട്ടിയിലായിരുന്നു. അപ്പം അവൻ എന്തായാലും വൈകിട്ടായാലും കുഴപ്പമില്ലാതെ വരും. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് മീനെ കിട്ടുമില്ല, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഗൈസ് നമ്മൾ ഈ ഒരു സ്റ്റിക്ക് ഒടിഞ്ഞു പോയെന്ന് പറഞ്ഞാൽ നമ്മൾ തളരത്തില്ല ഇത്. ഓക്കെ, കാരണം നമ്മൾ എന്തായാലും വേറൊരു കിടായിട്ടുള്ളൊരു സ്റ്റിക്ക് നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും പോയി. ഇനി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇനി നമുക്ക് പുതിയൊരു സ്റ്റിക്ക് മേടിക്കണം. അപ്പം എന്തായാലും അതിൻ്റെ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അവൻ വരുന്നവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് വേറൊരു സ്പോട്ടിലൂടെ ഞാൻ പ്ലാൻ ഇട്ടാണ്. അപ്പോൾ അത് നടക്കില്ലെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നടക്കുവാണെങ്കിൽ അതിൻ്റെ വീഡിയോ നമുക്ക് കാണിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ കുറച്ച് നേരം ഈ ഒരു ക്ലൈമറ്റൊക്കെ കണ്ടുകൊണ്ട് കുറച്ച് നേരം ഇവിടെ തന്നെ ഇരിക്കാൻ വേണ്ടി പോട്ടോ. ഞാൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ മച്ചാൻ അങ്ങനെ സുഹൃത്ത് മച്ചാൻ വന്നിട്ടുണ്ടേ. അപ്പം നമുക്ക് ഈ ഒരു സ്റ്റിക്ക് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കഴിഞ്ഞിടയ്ക്ക് മീൻ അടിച്ച ഏരിയ നമ്മൾ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ ജസ്റ്റ് കാസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോകണം കിട്ടുമല്ലോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും നേരെ പരിപാടി തന്നെ തുടക്കാം. അപ്പോൾ മച്ചാൻ നമ്മൾ ഫിഷിങ്ങിന് വന്നിട്ട് ഇപ്പോൾ ഒരുപാട് താമസം. ഓക്കെ, നല്ല രീതിക്ക് വെയിലും ആയിട്ടുണ്ട്. അപ്പോൾ കിട്ടുമല്ലോന്നും എനിക്കറിയത്തില്ല. കിട്ടിയതിൽ ഹക്കായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ കാസ്റ്റിങ്ങിലോട്ട് കിടക്കാം. ഓക്കെ, അവിടെ മീനുണ്ട് ഗീസ്. അവിടെ കണ്ടോ ഗീസ്? അവിടെ മീനൊന്ന് കിട്ടിയേ. ഗീസ് അവിടെ ഒരു വരാലുണ്ടായിരുന്നു. പക്ഷേ കമ്പിനകത്ത് കയറി അടിച്ചുകൊണ്ടാണ് മിസ്സായിപ്പോയേ. നിങ്ങൾ കാസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ് ഒരു മീനെ കിട്ടിയേ. ഗീസ് നോക്കൂ ഗീസ്, ഒരു കൈതൊക്കര കേട്ടോ. ഇങ്ങോട്ട് ഗീസ് വന്നിട്ട് ഒരു കുഞ്ഞു മീനയിൽ അടിച്ചു കയറ്റാൻ പറ്റി കേട്ടോ. കൈതൊക്കരയാണേ. ഇപ്പം നോക്കുകയാണെങ്കിൽ ഇത്രയും ലെന്തുള്ളൊരു കൈതൊക്കര. അവിടെ സുഹൃത്ത് മച്ചാനാണ് പിടിച്ചേ. കവറുണ്ട്, ഇറങ്ങി ഇതൊക്കെ എടുത്ത് മാറ്റി.
ഇനി മീനെ പിടിക്കാൻ കൂടെ ഈ സൈഡിലിട്ടേക്കട്ടെ. നമുക്കൊരു വല പോലെ സുനമാവുക വെള്ളത്തിൽ തന്നെ. ആദ്യം നീ ഒരു മീനെ പിടിക്കും എന്നിട്ട് സീനയെ കൊണ്ടാക്കും. എനിക്കൊന്ന് ഞാൻ പിടിക്കും, നീ നീ ഇരുന്നല്ലോ കഴിച്ചോണ്ടിടാണ് എനിക്കും കിട്ടും കൈതക്കൊരയൊക്കെ. ഞാൻ കൈതക്കൊരയല്ല പിടിക്കുന്നത്, ഞാൻ ഈ കളത്തിൽ കിടക്കുന്ന കൊമ്പന്മാരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം കിടക്കുന്നു ഇപ്പം നിന്നേക്കാൾ നല്ല ഹെവി സാധനത്തിന് കിട്ടിയാണ്. ജസ്റ്റ് മിസ്സിൽ പോയണ്ടല്ലേ. നീ കണ്ടോ, ഇന്ന് ഞാനൊരു മീനെ അടിച്ച് കയറ്റിയിട്ടൊന്ന് പോത്തുള്ളൂ. സുയിത്ത് മച്ചാൻ ഒരു മീനെ പൊക്കി. ഇനി നമുക്കൂടെ ഒരു മീനെ പൊക്കിയാൽ മതി. നമ്മൾ അതിന് വേണ്ടിയുള്ളൊരു ശ്രമത്തിലോട്ടോ. ഗൈസ് ഇപ്പോൾ തന്നെ ഇവിടെ നിന്നൊരു മീൻ അടിച്ചേ. വീഡിയോ എടുക്കാൻ പറ്റില്ല, പക്ഷേ ഹെവി ഒന്നുമല്ല, ഒരു ഇടത്തരം ഉള്ളൊരു മീൻ കയറി അടിച്ചേട്ടോ. ഗൈസ് അടിപൊളി പ്ലേസ് കേട്ടോ. നമ്മളിവിടാണേ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടോ. നമുക്ക് നോക്കാം ഇവിടുന്ന് ഇപ്പം എന്തെങ്കിലും കിട്ടുമെന്നുള്ളത്. അവിടെ മീനുണ്ടായിരുന്നു കേസ്. അവിടെ മീനുണ്ടായിരുന്നു, അടിച്ചായിരുന്നേ. പക്ഷെ ഒന്നും അങ്ങോട്ട് വിഴുങ്ങുന്നില്ലല്ലോ കേസ്. കറക്റ്റ് അങ്ങോട്ട് നമുക്ക് തെറ്റാവുന്നില്ലല്ലോ. നമ്മൾ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അവിടെ ഹൈറ്റ് അവിടെ കിടപ്പുണ്ട്, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫ്രോഗ് അങ്ങോട്ട് ഓടി വരുമ്പം അങ്ങോട്ട് അടിക്കുന്നില്ലല്ലോ കേസ്. ഫ്രോഗ് വീഴുന്നതിന് മുമ്പേ അങ്ങ് കയറി അങ്ങ് വെട്ടുപോകും. അങ്ങനെ ഫ്രോഗ് ഓടി വരുമ്പോൾ കയറി നീ വീണ്ടും അടിച്ചേ. പറഞ്ഞു തീരുമ്പോൾ അടിച്ചേ. വരെ ഇന്നത്തെ ഫിഷിങ് ഷോക്കായിപ്പോയി കേട്ടോ. കാരണം രാവിലെ നമ്മുടെ സ്റ്റിക്ക് ഒടിഞ്ഞു പോയി. നമ്മൾ കാസ്റ്റിങ് നടന്നപ്പോൾ നല്ല വെയിലാണ്. 8 മണി 8:30 കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കാസ്റ്റിങ്ങിലോട്ട് തന്നെ തുറന്നത്. അതുകൊണ്ടാണ് ഇല്ലാട്ട് മീനൊന്നും അടിക്കാഞ്ഞത്. അപ്പോൾ എന്തായാലും സുഹൃത്ത് മച്ചാൻ നൂണ്ട് അങ്ങ് വരുന്നുണ്ട് കേട്ടോ. എന്തായാലും അവന് 2-3 മീനെ കിട്ടിയിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ എന്തായാലും കേസ് നമ്മൾ നേരെ വേറൊരു സൈഡിലോട്ട് പോകട്ടോ. അത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ പ്രമാടത്തോട്ട് പോകണേ. കാരണം പോകുന്ന വഴിക്ക് നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ കാസ്റ്റിങ്ങിന് ഇറങ്ങുന്നുണ്ട്. പ്രമാടത്തെന്ന് പറഞ്ഞാൽ നമ്മളന്ന് ഫസ്റ്റ് വീഡിയോ ഒക്കെ കണ്ട മച്ചന്മാർക്കറിയായിരിക്കും നമ്മളന്ന് അടിപൊളിയായിട്ട് വാഹയെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ ഉച്ചയ്ക്കിനി വാഹ അടിക്കുമെന്ന് ചോദിച്ചാൽ സംശയം വളരെ കുറവാണ്. പക്ഷേ നമ്മുടെ ഇരിക്കുന്ന ലൂറ് അടിപൊളിയായതുകൊണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവരും കൂടെ പോയി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ എന്തായാലും ഇനി സുഹൃത്ത് മച്ചാൻ്റെ ഇരിക്കുന്ന മീൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. സുഹൃത്ത് മച്ചാനോടെ ചൂണ്ടിട്ടുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം 2 മീനെ കിട്ടി, കാണിച്ചു തരാം. കെട്ടി വെച്ചേക്കുന്നുണ്ടോ? പ്ലീസ് വലിപ്പമുള്ളൊരു കയ്യൊക്കെ കേട്ടോ. ഇതൊരു ഹെവി സാധനം തന്നെയാണ് ഈ ഇരിക്കുന്നൊരു ഹെവി സാധനം. നമ്മുടെ ഒരു കൈയുടെ വലിപ്പം ഉണ്ട് കേട്ടോ. എന്തായാലും കൊള്ളാം കേസ്. ഒരു കിഡിലുള്ള മീനെ സുഹൃത്ത് മച്ചാൻ അടിച്ച് കയറ്റിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഈ 2 കിട്ടി. അപ്പോൾ ഗൈസ് ഈ ഒരു സ്പോട്ടിൽ നമുക്ക് കിട്ടുന്നൊരു വരാലടിച്ചേ കാണിച്ചു തരാവേ. കണ്ടോ ഗൈസ്, ഇവൻ കിടക്കുന്ന കിടപ്പുണ്ടോ. അപ്പം ഇവനെ നല്ലപോലെ ഒന്ന് കാണിച്ചു തരാവേ. അപ്പോൾ വരെ നമുക്ക് കിട്ടിയൊരു ചെറിയൊരു വരാലോട്ടോ. വലിയ വരാലൊന്നുമില്ല, ഒരു ചെറിയൊരു വരാലിനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഹുക്കൊക്കെ നോക്കണം ഗൈസ്. നോക്കിയോ ഗൈസ്, എൻ്റെ പണി ഈ ഒറ്റ ഹുക്കല്ല. നോക്കി ഈ ഒരു ഒറ്റ ഹുക്കലാണേ സാധനം അടിച്ച് കയറിയേക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല ഹുക്കപ്പായിരുന്നു. ആദ്യം ഒന്ന് അടിച്ച് മിസ്സായി പോയാണേ, 2ാമത് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ബാക്കിയായിട്ട് നോക്കാം. പിന്നെ ഒരു വരാലോട്ടോ, ചെറിയ വരാല, വലിയ വരാലൊന്നുമില്ല, ചെറിയൊരു വരാലാണേ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു സ്റ്റിക്കും കൂടെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോട്ടോ. ഇതുകൊണ്ട് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ടിനും കാസ്റ്റിങ് തുടങ്ങും കേട്ടോ. എന്തായാലും വന്നത് കാര്യമായി. അപ്പം നമ്മുടെ ഈ ഒരു സ്പോട്ട് ചുമ്മാ നമ്മൾ നോക്കി കേട്ടോ. അതുകൊണ്ട് മീൻ അടിച്ചേ. അപ്പോൾ ഗൈസ് സുഹൃത്ത് മച്ചാൻ ഫാസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ വന്നത് കാര്യമായി.
അതുകൊണ്ട് നമുക്ക് ചെറിയൊരു വരാലിനെ അടിച്ചേറ്റാൻ വേണ്ടി പറ്റും കേട്ടോ. അടിച്ചോടാ മീൻ അടിച്ചേ. നീ ഹുക്കം എന്നാൽ പവർ കൊടുക്കണം, നീ ഒറ്റ പിടിയെ പിടിച്ചോളൂ. ഗൈസ് മീൻ അടിച്ചാലോ ഗൈസ്. കിട്ടിയ മീനെ കൊണ്ട് കളഞ്ഞു പിടിച്ച്. ഒറ്റ ഇപ്പം തരാം ഒറ്റ ഇപ്പം തരാം. ഇവിടെ ഇല്ലേ താന്നു പോയേ. ആദ്യത്തെ കിട്ടി കഴിഞ്ഞാൽ ഒറ്റ പൊക്ക് വെക്കണം. നീ കണ്ട് നീ ഇങ്ങനെ വെച്ചോണ്ടിങ്ങി ഇരുന്നത്. അത് വിട്ട് കഴിഞ്ഞപ്പോഴാണ് നീ പൊക്കി വിട്ടത്. അടിച്ച് കഴിയുമ്പോൾ ഒറ്റ പിടിച്ച് വലിക്കത്തില്ലയോ, ടൈറ്റ് ആക്കത്തില്ലയോ, ഒറ്റ പോക്ക് കൊടുക്കണം. അപ്പോഴേ കയറി കൂടുങ്ങത്തുള്ളൂ. ഇതിപ്പോ പിടിച്ച അത്യാവശ്യം സൈസ് ആരായിരുന്നു. അത് തന്നെ ആയിരിക്കും. എൻ്റെ പറഞ്ഞ ഇവിടെ മിസ്സായി പോയി. മൂണ്ട് അവിടെ പോകണം, ആ തണലിട്ട് പോകണം. മൂണ്ട് അവിടെ മീനുണ്ട് കേട്ടോ. ആ കുളത്ത് വീഴത്. പിന്നെ മഞ്ഞ തന്നെയാ നല്ലത്. ആ സാധനം പോവോ? ആ മീനെ എങ്ങനെ നമ്മൾ വെള്ളത്തിലിടുന്നേ? ഗൈസ് സൂത്ത് മച്ചാണ് മീൻ അടിച്ചാണ്, മിസ്സായിപ്പോയി കേസ്. അപ്പം നമ്മൾ വീണ്ടും കാസ്റ്റിങ് തന്നെ തുടരും കേട്ടോ. മീനടിച്ചേ ഇങ്ങോട്ടാ മീനടിച്ചേ. ഗൈസ് നോക്ക് ഗൈസ്, എൻ്റെ മോനെ സുഹൃത്തായ് ഗൈസ് ഒരു ലെജൻഡ്, എൻ്റെ മോനെ. ഗൈസ് ഇവിടെ ഇടണം ഫുക്ക്. ഗൈസ് ഇതൊരു ഏറ്റവും മുതലാട്ടോ, ഒരു കിണ്ണം കാച്ചി സാധനം. ഓക്കെ ഗൈസ് പിടിച്ചാൽ ഒരു ഹെവി സാധനം കിട്ടിയടാ, ഒരു ഹെവി സാധനം. നോക്കി അണ്ണാക്ക ഉണ്ടോ ഗൈസ്, അണ്ണാക്കിലൊക്കെ അടിച്ച് അണ്ണാക്കി കയറ്റി വെച്ചിട്ടുണ്ടോ. നോക്കി ഹുക്കൊക്കെ കയറിയിരിക്കുന്നുണ്ടോ, കറക്റ്റ് ഹുക്കാണേ. നല്ലൊരു ഹെവി വരാൽ തന്നെ കിട്ടി കേട്ടോ. കിട്ടിലൊരു മുതൽ തന്നെയാണേ. ഇപ്പം നമുക്ക് രണ്ടെണ്ണം അടിച്ചിട്ടുണ്ട്. ഹുക്കൊന്ന് എടുത്ത് മാറ്റാവേ. എന്തായാലും കേസ് നമുക്കൊരു ലെജൻഡ് കിട്ടുന്ന സാധനം തന്നെ കിട്ടി കേട്ടോ. രണ്ടാമത് ടാർഗറ്റ് ചെയ്ത് അടിച്ചത്, പിന്നെ മിസ്സായിപ്പോയി, പിന്നെയും കിട്ടി. ചമരെ നല്ല വെയിലാട്ടോ. വെയിലത്തേക്ക് എങ്ങനെ മീൻ അടിച്ചു കയറ്റുമെന്ന് അറിയത്തില്ല. കാസ്റ്റ് ചെയ്യാനും പാടാ. ചമരെ നല്ല വെയിലും പിടിച്ച് പോവാട്ടോ. നമ്മൾ വേറൊരു സ്ഥലത്ത് വന്നിട്ടുണ്ടേ, ഇച്ചിരി കാണിച്ചു തരാവേ. വരാലൊക്കെ കാണാൻ പറ്റിയ ഒരു സ്പോട്ടൊക്കെയാണ്. എന്നാലും ഇവിടെ നിന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാവേ. പെട്ടെന്ന് ഒരു അടിയായിരുന്നേ. സുഹൃത്തായ് അടുത്തൊരു ഹെവി സാധനം. ഇത്ര പെട്ടെന്ന് അടിക്കുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. ഇതും ചെറുതൊന്നുമല്ല, അത്യാവശ്യം വലിപ്പമുള്ളൊരു സാധനം തന്നെ കേട്ടോ.
ഗൈസ് നോക്കി ഗൈസ്, ഒരു അടിപൊളി ഒരു വരാലോ കേട്ടോ. പിന്നെ ഹുക്ക് കയറിയൊക്കെ ഒന്ന് കാണിച്ചു തരാം. നോക്കി അടിച്ചല്ല അണ്ണാക്കി കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും സർക്കാരില്ലാത്തൊരു ഹെവി സാധനമേ. ഓക്കെ അങ്ങനെ ഫൈനലി നമ്മുടെ ചൂണ്ടടയിലൊക്കെ നിർത്തോട്ടോ. കാരണം ഒരുപാട് സമയം പോയിട്ടുണ്ട്. നമുക്ക് കിട്ടിയ മീനൊക്കെ നമുക്ക് നോക്കാം എത്ര കിലോ വെക്കണം ജസ്റ്റ് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് പരിപാടിയൊക്കെ ക്യാൻസൽ ചെയ്ത് പോവുകയാണേ. വരെ നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുഞ്ഞിനെ കാണിക്കാം ഒരു മീൻ. കാർത്തി അവൻ അതിനെല്ലാം തള്ളി കളഞ്ഞു. മീനുണ്ട്, പിന്നെ വേറെ കാർത്തി കാണിക്കാം. ബാ കാർത്തി വാ. അപ്പോൾ ഇതിനെ എല്ലാം നമ്മൾ കൊണ്ടുവന്ന് ഇട്ട് കാണിക്കാവേ. കാർത്തി പാടാ. നമ്മൾ ആദ്യം കൊണ്ടുവന്ന കൈതക്കറി ഇടാൻ വേണ്ടി പോണേ. പേടിക്കല്ലേ പേടിക്കല്ലേ. കാർത്തി 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 ഉണ്ടോ? പിടിച്ച് വായിക്കാത്ത വെക്കല്ലേ. പിടിക്കാൻ ഈ കൊച്ചിന് പേടിയൊന്നുമില്ല. അപ്പോൾ മച്ചാന്മാരെ നമ്മൾ മീഷോ എന്നൊരു സാധനം മേടിച്ചിട്ടുണ്ടേ. ഇത് നമുക്ക് തുറക്കാവേ, തുറന്ന് കാണിച്ചു തരാം. ഇത് മീനിൻ്റെ തൂക്കമൊക്കെ അറിയുന്നൊരു സാധനം കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ബോട്ട്സ് എടുത്തിട്ടുണ്ട്. സംഭവം നമ്മൾ തുറക്കുമ്പോൾ തന്നെ കണ്ടോ ഗീസ്, ഇതാണ് നമ്മുടെ വെയിറ്റ് നോക്കുന്ന മെഷീൻ. അതിലൂടെ വാൾട്ടറി ഒക്കെ വരുന്നുണ്ട് കേട്ടോ. കണ്ടോ ഗീസ്, രണ്ട് ചെറിയ മിനി വാൾട്ടറി വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ മെഷീന്. അപ്പം ബാക്കി തുറക്കാം. ഓ പിന്നെ തുറന്നിട്ട് വാൾട്ടറി ഇട്ട് കൊടുക്കുക. അപ്പം സംഭവം ഓഫാണ്. ഇപ്പോൾ ഓണാക്കണം. ഓണാക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി പിടിച്ച് വലിക്കുമ്പം കണ്ട ഗീസ് ഇതിൻ്റെ വെയിറ്റ് ഒക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് മീനിൻ്റെ വെയിറ്റ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം കേസിനകത്ത് നമ്മൾ പിടിച്ചുകൊണ്ട് വന്ന മീൻ എത്ര കിലോ ഉണ്ട് നമുക്ക് നോക്കാവേ. അപ്പോൾ എന്തായാലും അവന്മാർക്കാണ് ആദ്യത്തെ ഭാഗ്യം തൂക്കാനുള്ളത്. അപ്പോൾ നമ്മൾ നോക്കാം. കാർത്തി പോയി തൂക്കാം, മിഷൻ വെച്ച് തൂക്കാം. കാർത്തി എത്ര ഉണ്ട് നോക്കട്ടെ, വിട്. അപ്പോൾ കേസ് നമുക്ക് നേരെ പോയി നോക്കാവേ. കാർത്തി അതെ പിടിച്ചിൽ ഏറ്റവും വലിയ കൈതക്കോര ഇതാട്ടോ. നല്ല വലിപ്പമുള്ള കൈതക്കോര. അയ്യോ കാർത്തി ഓടിക്കോ. മുള്ളു
അപ്പൊ ഇത്രയും മീനുണ്ട്. അപ്പൊ തൂക്കാൻ വേണ്ടി പോണേ. ഇപ്പൊ എത്ര നമുക്ക് നോക്കാം. മിഷൻ ഓൺ ആക്കുവാണേ. മിഷൻ ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തൂക്കി നോക്കാവേ. ഒന്ന് 75, 1 കിലോ മേലെ ഉണ്ട് ഈ ഒരു മീൻ കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് വന്നേ. അതൊക്കെ കണ്ടാക്കി നമുക്ക് കിട്ടിയേക്കുന്ന മീൻ ഇത്ര ഉണ്ട്. ഇതിനൊക്കെ ഇതിനകത്ത് തന്നെ ഇട്ടേക്കാം. അപ്പോൾ മച്ചന്മാരെ അങ്ങനെ നമ്മൾ ഫൈനലി മീനെയൊക്കെ പിടിച്ച് നമ്മൾ തൂക്കി നോക്കിയപ്പോൾ 1.75 കിലോ വരുന്ന ഒരു കീടായിട്ടുള്ള മുതലിനാണ് നമ്മൾ അടിച്ച് കയറ്റിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും മച്ചന്മാരെ അടുത്തൊരു വീഡിയോ നമ്മൾ കീടായിട്ടുള്ള ഒരു സ്പോട്ടിൽ പോയിട്ട് നമ്മൾ മീനെ പിടിക്കാൻ വേണ്ടി പോകുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. അടുത്തൊരു കീടായിട്ടുള്ള ഒരു ഫിഷിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് ബൈ.